السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر أصحاب البدريين وصائر الصحابة وصائر ساداتنا الحسنية والحسينية وسيدنا شمس العلماء والسادات السيد مقبول أحمد الكشميري الهانغلي القادري السهروردي الحنفي الماتريدي عليه الرحمة والرضوان وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر صدق الله العظيم. قال رسول الله صلى الله عليه وسلم: من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സഫറുൽ ഖൈർ അഞ്ചാമത്തെ രാവ് നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഫറുൽ ഖൈർ, സഫറുൽ മുദഫർ, ആശിഖീങ്ങളുടെ മാസം, സഫറിൻ്റെ 5-ാം തീയതി നമ്മുടെ ജനൂബ് കർണാടക ബഹുമാനപ്പെട്ട സയ്യിദുന ഷംസുൽ ഉലമായി കശ്മീരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് പുണ്യദിനമാണ്, പുണ്യരാവാണ് നമ്മളോട് കടന്നുകൊണ്ടിരിക്കുന്നത്. സയ്യിദുന ഷംസുൽ ഉലമായി വസാദാത്ത് റഹിമഹുല്ലാ 1313 ഹിജ്റയിൽ കശ്മീരിൽ ജനിച്ച മഹാൻ, നജീബു തുറഫൈൻ യമനി സാദാത്യങ്ങൾപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഷംസുൽ ഉലമാ തങ്ങൾ. ഹസനിയും ഹുസൈനിയായി അവരുടെ വാലിദൈൻ എത്തിപ്പെടുന്നു. അതോടുകൂടെ അവരെ നസബ് സുഹർവർദിയ തുരീഖത്തിൻ്റെ എല്ലാമായ, മാത്രമല്ല അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന തുരീഖത്തിൻ്റെയും തസവുഫിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫത്തിൻ്റെയും എല്ലാം സമുദ്രമായ അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് അഷെയ്ഖ് ഷിഹാബുദ്ദീൻ അസ്സുഹർവർദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളിലേക്ക് എത്തുന്ന നസബ്, മഹാനവറുകളുടെ പരമ്പരയിൽപ്പെട്ട മഹാനാണ് സയ്യിദുന ഷംസുൽ ഉലമായി വസാദാത്ത് മഖ്ബൂൽ അഹമ്മദ് അൽ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. കശ്മീരി ആല ഹസ്രത്ത് ഹാങ്കൽ ഷരീഫ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വം. മഹാനവറുകളുടെ പിതാവ് സയ്യിദ് നുഅ്മാൻ ഷാഹ്, അവിടുത്തെ മാതാവ് സയ്യിദത്ത് ഇസ്മത്ത് ബാനു. ഇസ്മത്ത് എന്ന് പറയുമ്പോൾ ഭാഷാ അർത്ഥത്തിൽ ഹിഫ്ള്, ശർഇയ്യ അർത്ഥത്തിൽ ഇസ്മത്ത് അത് അമ്പിയാക്കൾക്കും മലക്കുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. അമ്പിയാക്കൾ അലൈഹിമുസ്സലാം, മലായിക്കത്ത് മാത്രമേ ദോഷങ്ങളെ തൊട്ട് മഅസൂമീങ്ങൾ, ദോഷങ്ങളെ തൊട്ട് ശുദ്ധരാണ്. അതേ സ്ഥാനത്ത് സുദ്ദീഖീൻ, ശുഹദാ, സ്വാലിഹീൻ, സ്വഹാബത്ത്, അഹ്ലുബൈത്ത്, മഹാന്മാർ ഇവരെല്ലാം മഹ്ഫൂലീങ്ങളാണ്. ഇസ്മത്തിൻ്റെ ഭാഷാ അർത്ഥത്തിൽ അവർ മഹ്ഫൂലീങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഷംസുൽ ഉലമായി വസാദാത്ത് മഖ്ബൂൽ അഹമ്മദ് അൽ കശ്മീരി അൽ ഹാങ്കലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ വലിയ സഹോദരൻ സയ്യിദ് യൂസുഫ് ഷാ അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പിതാവിൽ നിന്നും സഹോദരനിൽ നിന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി പഠനം നടത്തിയിട്ടുള്ളത്. ഏകദേശം 22 വയസ്സിലാണ് മഹാനവറുകൾ കശ്മീരിൽ വിട്ട് നമ്മുടെ കർണാടകയിലെ ദക്കൻ, അതുപോലെ നമ്മുടെ കർണാടകയിലെ ഹാവേരിക്കടുത്തുള്ള ഹാങ്കൽ ഷരീഫിലേക്ക് മഹാനവറുകൾ എത്തിപ്പെട്ടത്. ദീനീ പ്രബോധനത്തിന് വേണ്ടി സ്വന്തം രാജ്യവും കബീലയും കുടുംബമെല്ലാം വിട്ടുവന്ന മഹാവ്യക്തിത്വം സയ്യിദുന ഷംസുൽ ഉലമായി മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഗുൽഷനെ മഖ്ബൂലിൽ കാണാം: തബ്ലീഗ് ദീൻ കി ഖാതിർ വതൻ വ കബീല ഛോടാ, ആഖാ കി ജുദാഇ പർ റോയ കബീല സാറ. മഹാനവറുകൾ
ദീനീ പ്രബോധനം നടത്താൻ വേണ്ടി ഒരുപാട് മഹത്തുക്കളോട് പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മലബാറിലും പരിസരങ്ങളിലും യമനി സാദാത്യങ്ങൾ ധാരാളം കബീലകൾ ദീനീ പ്രബോധനത്തിന് വന്നു. അതേപോലെ യമനി സാദാത്യങ്ങളിൽ പെട്ട നമ്മുടെ കർണാടകയുടെ ആ ഭാഗത്ത് ദാവണഗിര, ഹാവേരി, ബങ്കാപുരം ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വലിയ വണ്ണമായ നിഅമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ഒരു മുഅ്ജിസത്തായി നായിബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനൽ ഗൗസുൽ ആലമിൽ ജീലാനി റളിയല്ലാഹുവിൻ്റെ ഒരു കറാമത്തായി സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി എത്തുകയാണ്. മഹാനവറുകൾ സൂറത്തിലും സീറത്തിലും വലിയ കമാലുള്ള വ്യക്തിത്വമാണ്. അവരുടെ രൂപവും കശ്മീരി മുഖം വലിയ സൗന്ദര്യമുള്ള ജമാലിയത്തിൻ്റെ മുഖം, അവിടുത്തെ ജീവിതവും അങ്ങനെ തന്നെയാണ്. മഹാനവറുകളുടെ ഖൗലും ഫിഅലും ഇസ്തിഖാമത്തിൻ്റെ പരിപൂർണതയ്ക്ക് എത്തിയ വ്യക്തിത്വമാണ്. മഹാനവറുകളുടെ ഖൽവത്തും ജൽവത്തും എല്ലാം ഇസ്തിഖാമത്തിൻ്റെ വഴിയിലാണ്. മഹാനവറുകളുടെ ജീവിതം തവാദു, ഇഅ്തിദാല്, ജമാലിയത്ത് എല്ലാ വിഷയത്തിലും മജ്മു ആയ ഒരു മഹാമനുഷ്യയാണ് സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കറാമത്ത്, അൽ ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ. ഇന്ന് സാധാരണക്കാർ കറാമത്ത് എന്ന് പറയുന്ന അതിൻ്റെ 1000 കറാമത്തിനേക്കാളും വലിയ കറാമത്തിൻ്റെ ഉടമയാണ് സയ്യിദുന ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അള്ളാഹു നൽകിയ ഇസ്തിഖാമത്ത്. അൽ ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ, അൽ ഇസ്തിഖാമത്തു ഫൗഖൽ കറാമ, അതാണ് ഏറ്റവും വലുത്. അൽ ഇസ്തിഖാമത്തു ഫിൽ ളാഹിരി വൽ ബാത്തിൻ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് ശരീഅത്തുൽ ഇസ്ലാമിയ ത്വരീഖത്തു മുസ്തഖീമയിൽ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയ വിലായത്തുൽ കുബ്ര, വലിയ കറാമത്തും വിലായത്താണ്. അത് മഹാനായ സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി ഹാങ്കലി റഹ്മത്തുള്ളാഹിയുടെ ജീവിതത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളുടെ ഫത്വ ചോദിക്കപ്പെട്ടാൽ ഉടനെ മറുപടി, അതും തന്നെ പെട്ടെന്ന് എന്തെങ്കിലും പറയലല്ല. ഇലൽ ഫതാവ ലാ യകൂനു മുസാരിഅ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഹുല. ഉഖ്റവിയായ ഉലമാഇന്റെ അടയാളം മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിദായത്തുൽ അദ്കിയയിൽ പറഞ്ഞു. എന്തെങ്കിലും പെട്ടെന്ന് മറുപടി പറയുക, അത് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ, ഉഖ്റവിയായ ഇൽമുള്ള ആളുകളുടെ ചിന്ത, അത് ശൈലിയല്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അതേ സ്ഥാനത്ത് ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി ആരെങ്കിലും ഇസ്തിഫ്താ ഫത്വ ചോദിച്ചാൽ ഉടനെ മറുപടി പറയുന്നത് ഒരുപാട് കിതാബുകളുടെ ഇബാറത്തുകളും ദലീലുകളോടുകൂടെയാണ്. അയിമത്തുൽ അസ്ലാഫ് റഹിമഹുമുള്ള എഴുതിയ, മുങ്കാബികളായ മഹാന്മാർ എഴുതിയ ഇബാറത്തുകൾ, പുണ്യ ഇബാറത്തുകൾ, വിശദീകരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയാറുള്ളത്. അത് മഹാനവറുകളുടെ ആ ഓർമ്മശക്തി, ആ ഹിഫ്ള് കാമിൽ, ഒരു ഗ്രന്ഥവും നോക്കാതെ മറുപടി പറയുമ്പോൾ ജനങ്ങളൊക്കെ പരിഭ്രമിച്ചു പോയിരുന്നു. ബഹുമാനപ്പെട്ടവർ അസ്തിഖാഇനിക്ക് സ്വദീഖ്, മുസാഫിരീങ്ങൾക്കും സ്വദീഖ്, കിബാർ സ്വദീഖ്, സിബിയാൻക്ക് സ്വദീഖ്, ഫുഖറാ മസാക്കീൻക്കെല്ലാം ഒരു സ്വദീഖായി പ്രവർത്തിച്ചിരുന്നു. ഒരു സുഹൃത്തിനെ പോലെയാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം. ഇർഹമു മൻ ഫിൽ അർള് ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന നിലക്ക് റഹ്മത്തുൽ ഉമ്മത്ത്, ഉമ്മത്തിനോട് വലിയ കാരുണ്യം, ഷഫഖത്തുൽ അദ്ന, താഴെ ആളുകളോട് വലിയ കിർഫയും, അങ്ങനെയുള്ള ഒരു വിശേഷങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. കശ്മീർ വിട്ട് നമ്മുടെ കർണാടകയിൽ വന്ന വലിയ ഒരു മഹാവ്യക്തിത്വം. ഖാമിലുൽ വസ്ഫിൻ്റെ ജീവിതം, അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യൻ. ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. അതായത് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാതെ അതേ സ്ഥാനത്ത് ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ദീന്, മുൻഗാമികൾ പഠിപ്പിച്ച ആ ദീന്, അതിൻ്റെ യഥാർത്ഥ രൂപം സമുദായത്തിലേക്ക് എത്തിക്കണമെന്ന് അധ്വാനിച്ച് പ്രബോധനം നടത്തിയ മഹാമനുഷി സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ വരുന്ന സമയം
ഈ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ബിദ്അത്തുകാർ, വഹാബിയത്ത്, ഗൈർ മുഖല്ലിദിയത്ത്, അങ്ങനെയുള്ള ഒരുപാട് ഫിത്നകളും ബിദ്അത്തുകളുമുള്ള കാലഘട്ടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തായി ഈമാന്റെ സലാമത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഒരു നിഅമത്താണ് സയ്യിദുനാ ശംസുൽ ഉലമ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ കശ്മീരിൽ നിന്ന് നമ്മുടെ കർണാടകയിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ലക്ഷക്കണക്ക് ആളുകളുടെ ഈമാൻ നശിക്കാൻ അത് കാരണമാകുമായിരുന്നു. അത്ര ഒരു ഫിത്നകളും മക്ർ, ഖിയാനത്ത്, വഞ്ചനകളും ചതികളുമാണ് വഹാബിയത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി മസാഇലു ശരീഅത്തുൽ ഇസ്ലാമിയയിൽ വലിയ ഒരു സമുദ്രമായിരുന്നു. മഹാനവറുകളോട് സുആൽ നടത്തപ്പെട്ടാൽ നല്ല തഹ്ഖീഖാത്ത്, അനീഖത്ത്, നല്ല ജവാബുകളാണ് നൽകുക. സുഹുദും തഖ്വയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഹിബുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആഷിഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹബ്ബത്തുർ റസൂലിൻ്റെയും ഇഷ്ഖുർ റസൂലിൻ്റെ പരിപൂർണ രൂപമായ അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് ബഹുമാനപ്പെട്ട ഒരു ജീവിതത്തിൽ ധാരാളം കണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ദേശം വെക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് ഖിദ്മാത്തുകൾ ചെയ്തിട്ടുണ്ട്. അർ-റഷാദ് എന്ന് പറയുന്ന മന്ത്ലി ഏകദേശം 33-34 റിസാലകൾ, മന്ത്ലികൾ ബഹുമാനപ്പെട്ടവരുടെ ആ കലിമാത്ത്, മക്കാലാത്ത് സുബ്ഹാനല്ലാഹ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷുമാൽ കർണാടകയിലേക്ക്, ദാവണഗിരി, ഹാവേരി ആ ഭാഗത്തേക്ക് അള്ളാഹു തന്ന വലിയ നിഅമത്ത് അർ-റഷാദ് എന്ന് പറഞ്ഞ ആദ്യത്തെ മാഗസിൻ. മാത്രമല്ല അത് തുടക്കം കുറിച്ചത് 1372, അതായത് 1954 ഷഅബാൻ മാസത്തിൽ. പക്ഷേ പിന്നീട് ചില ആളുകളുടെ ഗഫലത്തും അശ്രദ്ധയും ചെലവാക്കേണ്ട വിധത്തിൽ ചെലവാക്കുന്ന നല്ല സംഗതികളൊന്നും ചെലവാക്കാൻ പിന്നോട്ട് കാണിച്ചപ്പോൾ 1958 മാർച്ച് മാസത്തിൽ അത് മുൻകത്തിയാവുകയും ആ അർ-റഷാദ് എന്ന് പറഞ്ഞ മന്ത്ലി ബന്ദാവുകയും ചെയ്തു. അതിൻ്റെ മാത്രമല്ല, ശംസുൽമ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പറയുമ്പോൾ 1950-ൻ്റെയും 1960-ൻ്റെ ഇടയിലുള്ള ആ കാല അളവാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക. അതിൻ്റെ ശേഷം ജദ്ബ്, ഇസ്തിഖ്റാഖ്, ആ ഒരു അവസ്ഥയിലാണ് മഹാനവറുകൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി അർ-റഷാദ് എന്ന് പറയുന്ന മന്ത്ലി, ആ അർ-റഷാദിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആലിമും ആരിഫും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുനാദിറുമായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിയുടെ സന്ദേശങ്ങൾ, അർ-റഷാദിൻ്റെ സന്ദേശം അത് വാളുപോലെയായിരുന്നു. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വാള് ഉയർത്തപ്പെട്ടാൽ ബാത്തിലിൻ്റെ പെരടി മുറിക്കപ്പെടുന്ന വിധത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികളുടെ ഫിത്നകളും അവരുടെ വഞ്ചനകളെയും ചതികളെയും പാഠം പഠിപ്പിച്ച ഒരു മന്ത്ലിയായിരുന്നു അർ-റഷാദ്. മാത്രമല്ല അർ-റഷാദ് മുഖേന ഒരുപാട് ആളുകളുടെ ഖുറാഫാത്ത് തുറന്നു കാട്ടിയ മുഹമ്മദ് അലി ജിന്ന, അതുപോലെ ഒരു അറബി, ശരീഅത്തിന് വിപരീതം നടന്ന ഒരു അറബി നെഹ്റുടെ വിളി കൊണ്ടിട്ട് ഇന്ത്യയിലെത്തിയിരുന്ന ആ അറബിയുടെ ശരീഅത്തിന് വിപരീതമുള്ള പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട അർ-റഷാദ് മുഖേന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡൽഹിയിൽ നിന്നൊരു മന്ത്ലി, ആസ്ഥാന ദഹ്ലി, അതിൽ ഒരുപാട് ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി അർ-റഷാദ് മുഖേന എഡിറ്ററിന് ശരിക്കും പാഠം പഠിപ്പിച്ച അർ-റഷാദിൻ്റെ ലേഖനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഫ്റും ബിദ്അത്തെല്ലാം വെളിവായപ്പോൾ ശരീഅത്തുൽ ഇസ്ലാമിയുടെ, ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ ആ മസ്അലകൾക്കുള്ള വെളിച്ചം കൊണ്ട് ഫത്വ കൊടുത്ത് ആരെയും പേടിച്ചിട്ടില്ല. ലാ യഖാഫൂന ലൗമത ലായിം. ഔലിയാക്കളുടെ വസ്ഫ്, കാമിലായ മുഅ്മിനീങ്ങളുടെ വിശേഷണം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെയും പേടിച്ചിട്ടില്ല, ഹഖ് തുറന്നു പറഞ്ഞു. അസ്സാകിതു അനിൽ ഹഖ് ശൈത്വാനുൻ അഖ്റസ് എന്ന നിലക്ക് ഹഖ് ശരിക്കും വെളിവാക്കേണ്ട വിധത്തിൽ വെളിവാക്കി മഹാനായ സയ്യിദുനാ ശംസുൽ ഉലമ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി.
സുന്നത്ത് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരുപാട് സന്ദേശങ്ങൾ അർറഷാദ് മുഖേന ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹി നടപ്പിലാക്കിയിട്ടുണ്ട്. മഹാനവറുകളുടെ ജീവിതം മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ധാരാളം കാണാം. ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ മഖ്ബറകൾ സന്ദർശിച്ച് ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി 5 മാസം 7 ദിവസം താമസിച്ച് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ 20 വർഷം ഖിദ്മത്ത് ചെയ്ത് പഠിച്ച് അങ്ങനെ പല മഹാന്മാരായ അശ്ശൈഖ് ഇബ്രാഹിം ദാത്ത ഗഞ്ച് ബക്ഷ് ലാഹോരി റഹ്മത്തുള്ളാഹിയുടെ സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ പല ഔലിയാക്കളെയും സന്ദർശിച്ചു കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് അജ്മീരി റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിലേക്ക് വന്നത്. ആ നിലക്കൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ശംസുൽ ഉലമാ വസ്സാദാത്ത് മഖ്ബൂൽ അഹ്മദ് അൽ കശ്മീരി അൽ ഹാംഗലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് മഹത്തുക്കളെ സന്ദർശിച്ചു. അങ്ങനെ കർണാടകയിലെത്തി. ബഹുമാനപ്പെട്ടവർ ഗുൽബർഗ ഷരീഫും അതുപോലെ ബിജാപുറവും അങ്ങനെ മലബാറിൽ വന്ന് അതിൻ്റെ പരിസരങ്ങളിൽ മൈസൂർ, ഹാസൻ, ബിജാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഖ്വാജ ബന്ദ് നവാസ്, അതുപോലെ ഖ്വാജ മുരീദ് നവാസ്, സയ്യിദുന ഹാഷം പീർ ദസ്തഗീർ അൽ ബിജാഫൂരി, അതുപോലെ ഹാസനിലെ ഗുജറാത്തി ബാബ, അങ്ങനെ തുടങ്ങിയ റഹ്മത്തുള്ളാഹി അലൈഹിം ഈ മഹാന്മാരെല്ലാം സന്ദർശിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വലിയ ത്യാഗങ്ങൾ ചെയ്ത മഹാമനുഷ്യയാണ് സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ അഹമ്മദ് ഷാ അൽ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ഉഖ്റവിയായ ആലിമാണ്, ഒരു വലിയ ആലിമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ പറഞ്ഞതുപോലെ ദുനിയവിയായ ആലിമിന്റെ സ്വഭാവം ഉഖ്റവിയായ ആലിമിന്റെ സ്വഭാവം എന്തെല്ലാമാണെന്ന് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അയിമത്തുൽ തസവുഫ്, അയിമത്തു തസ്കിയത്തിന്റെ മഹത്തുക്കൾ. എന്നാൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബിക്ക് ഖിദ്മത്ത് ചെയ്ത ഒരാൾ എന്ത് പറഞ്ഞാലും മൂസാ സഫിയുള്ള എന്നോട് എങ്ങനെ പറഞ്ഞു, മൂസാ നജിയുള്ള അങ്ങനെ പറഞ്ഞു, മൂസാ കലീമുള്ള അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ധാരാളം പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇയാൾക്ക് വലിയ ഇൽമാണ്. ഒരേ ആളെ പേര് വ്യത്യസ്തമായ ശൈലിയിൽ പറഞ്ഞ് അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു മൂസാ നബി അലിഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഇയാള് പിന്നെ കാണുന്നില്ല. മൂസാ നബി അലി ഇസ്ലാം അന്വേഷിച്ചപ്പോൾ ഇയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇതാ ഒരു ഖിൻസീറിൻ്റെ രൂപത്തിൽ, പന്നി രൂപത്തിൽ അങ്ങനത്തെ ഒരു മോശമായ രൂപം കണ്ടപ്പോൾ ഇത് ആര് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനാണ്. ഇയാൾ ചെയ്തിരുന്നത് എന്താ? ദീനിനെക്കാളും കൂടുതൽ ദുനിയാവിനെ സ്നേഹിച്ചു പോയി. ദീനിന്റെ മഫാദ്, ദീനിന്റെ ഫായദല്ല ചിന്തിച്ചത്, ദുനിയാവിന്റെ ഫായദയാണ് കൂടുതൽ ചിന്തിച്ചത്. ഇങ്ങനെ ജീവിച്ച വ്യക്തിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയതായി കാണാം. മഹാന്മാരുടെ ജീവിതം, ദുനിയാവ് എന്ന് പറഞ്ഞാലും ആഖിറത്ത് പറഞ്ഞാൽ അതിന് ഉദാഹരണം 2 ഭാര്യമാരെ പോലെ. റിളന്റെ വിഷയത്തിലും അദമുർ റിളന്റെ വിഷയത്തിൽ ഒരു ഭാര്യനെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റൊരു ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ മശ്രിഖ് മഗ്രിബ് അതിൻ്റെ ഖുർബും ബുഅദ്, മശ്രിഖും മഗ്രിബും അത് അടുക്കുകയില്ല. ഒന്നടുത്താണെങ്കിൽ മറ്റത് ബഈദായിരിക്കും. അതേപോലെ മീസാന് തുലാസ് പോലെ ഒന്ന് ഉയരപ്പെട്ടാൽ മറ്റേത് തായിപ്പോയി. അതേപോലെയാണ് ദുനിയാവും ആഖിറം. അല്ലെങ്കിൽ 2 പാത്രം, ഒരു നറക്കപ്പെട്ട പാത്രം, ഒരു കാലിപാത്രം. നറക്കപ്പെട്ട പാത്രത്തിൽ നിന്ന് കാലിപാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലോ ഈ കാലിപാത്രം കുറച്ച് നിറയും, നിറഞ്ഞ പാത്രം കുറച്ച് കാലിയാകും. ഇതേപോലെയാണ് ദുനിയാവ് ആഖിറമെന്ന് മഹാന്മാർ ഉദാഹരണം പറഞ്ഞു. ഇന്ന ലില്ലാഹി ഇബാദം ഫൂതന ത്വല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫീതന എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. ഔലിയാക്കൾ ദുനിയാവിനെല്ലാം ത്വലാഖ് ചൊല്ലി ഫിത്നകളൊക്കെ പേടിച്ച് ജീവിച്ച അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. അതിൽപ്പെട്ട ഒരു മഹാമനുഷ്യയാണ് സയ്യിദുന മഖ്ബൂൽ ഷാ കശ്മീരി ശംസുൽ ഉലമാ വസ്സാദാത്ത് അൽ ഹാംഗലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ അതുകൊണ്ട് സയ്യിദുന മഖ്ബൂൽ അഹ്മദ് ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ ഒരു ആബിദും ആരിഫും ഒരു വലിയ മുത്തഖിയായ ജീവിതമാണ് ബഹുമാനപ്പെട്ട ഒരു ജീവിതം. അപ്പോൾ ഏതായാലും ഒരു ബഹുമാനപ്പെട്ട സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമാണ്, എപ്പോഴും പ്രഖ്യാപനം, സുന്നിയോങ്ക ബോലുബാല വഹാബിയോങ്ക മൂക്കാല. ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഖുർആന്റെ യൗമ തബിയദ്ദു ഉജൂഹുൻ വ തസ്വദ്ദു ഉജൂഹ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇമാം റാസി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിമൊക്കെ രേഖപ്പെടുത്തിയതുപോലെ യൗമ തബിയദ്ദു ഉജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ
വയൗമ തസ്വദു ഉജൂഹു അഹ്ലിൽ ബിദ്അത്തി വളലാല. അതിന്റെ ആശയമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, സുന്നിയോं का बोल बाला വഹാബിയോं का मुंह काला. സയ്യിദുന ശംസുൽ ഉലമാ വസാദാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ വലിയ ഒരു മുഹ്സിനാണ്. ലക്ഷക്കണക്ക് ആളുകളെ വഹാബി ആകലിനെ തൊട്ട് ബിദ്അത്തുകാർ ആകലിനെ തൊട്ട് രക്ഷപ്പെടുത്തിയ ഒരു മഹാനാണ് സയ്യിദുന ശംസുൽ ഉലമാ മഖ്ബൂൽ ഷാ കശ്മീരി അൽ ഹാങ്കലി റഹ്മത്തുള്ളാഹി അലൈഹി. 1950 സുബ്ഹാന ജല്ല ജലാലുഹു എത്രയോ ബിദ്അത്തുകാരുടെ വഞ്ചനകളൊക്കെ തുറന്നു കാട്ടി മാമ്പലിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ചടിച്ചു. അതിന്റെ കാരണം കൊണ്ടാണ് ആങ്കലിലെ ആളുകൾക്ക് മാമ്പളി എന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. മാമ്പടി എന്ന സ്ഥലത്ത് അവർ ഉണ്ട് എന്നറിയുകയും പിന്നീട് അവർ പോയി ഹാങ്കലിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നീണ്ട ചരിത്രമാണ്. അവസാനം ഹാങ്കൽ ഷെരീഫിൽ വഫാത്തായി. സയ്യിദുന മഖ്ബൂൽ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി സഫർ 5 അവരെ ഉറൂസ് മുബാറക്കിന്റെ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഉറൂസ് ഖാദിരി മഖ്ബൂലി അല്ലാഹു അതിന്റെ എല്ലാ സമറാത്തും ഫവായിദും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിൽ സംബന്ധിക്കുന്ന എല്ലാ ഉലമാ സ്വാലിഹീങ്ങൾ സാദാത്യങ്ങൾ ഖുദമാ അഹ്ലി സുന്ന എല്ലാവർക്കും അർഹമായ അഹ്സനായ അഅ്ളമായ ജസാ അല്ലാഹു നൽകട്ടെ. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ അസാതിദത്ത് അഷിയാഖ് ദുആ വസിയത്ത് ചെയ്തവർ സർവ്വ മുഅ്മിനീങ്ങൾക്കും ദാറുൽ ഇഫ്താൽ അസ്ഹരിയ ശാരിയാത്തു ഷരീഫയുടെ എല്ലാ ഖാദിമീങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഖൈർ ലുത്ഫ് ആഫിയത്ത് സലാമത്ത് ഇസ്തിഖാമത്ത് സആദത്തു ദാറൈൻ നൽകി അനുഗ്രഹിക്കട്ടെ. സഫറുൽ ഖൈർ യൗമുൽ മഖ്ബൂലീൻ എന്ന നിലക്ക് എല്ലാ നിലക്കും തവസ്സുലാക്കുകയും ആ മഹാനവറുകളുടെയും അവിടുത്തെ ആബാ അജ്ദാദ് അഷിയാഖ് അസ്ലാഫ് അഖ്ലാഫ് റഹിമഹുമുല്ലാഹിന്റെ മദദ് ഹിമായത്ത് ഷഫാഅത്ത് ലഭിക്കാൻ ദുആ ചെയ്യുകയും വേണമെന്ന വസിയത്തോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.